ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇമാമത്ത് നിൽക്കുമ്പോ മുഅ്മിനീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടി ടൈം കൊടുക്കുമ്പോ അവിടുന്ന് ഒരു ചെറിയ ആയത്ത് ഓതുമായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അതാ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറ്റിവിറ്റി വീണുകൊണ്ട് ആ സമയത്ത് പോലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ദുആ ചെയ്തിരുന്നത് അവിടുന്ന് ഓതിയിരുന്ന ആയത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ നേർവഴിയിൽ നടത്തിയതിനു ശേഷം, അതേ ചെറുപ്പം മുതൽക്കേ നിസ്കരിക്കുന്നവരാക്കിയതിനു ശേഷം, ചെറുപ്പം മുതൽക്കേ മുസ്ലിം സംസ്കാരത്തിൽ ജീവിക്കുന്നവരാക്കിയതിനു ശേഷം, ഇസ്ലാം അനുസരിച്ച് കല്യാണം കഴിച്ചിരുന്നു, ഇസ്ലാം അനുസരിച്ച് മക്കളെ പോറ്റിയിരുന്നു, ഇസ്ലാമിനെ പറ്റി പഠിച്ചിരുന്നു, ഇസ്ലാം അനുസരിച്ച് കച്ചവടം ചെയ്തിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ പള്ളിയിൽ വന്നിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ ധർമ്മം കൊടുത്തിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ ദിക്ർ ചൊല്ലിയിരുന്നു. ഇങ്ങനെയെല്ലാം ഞങ്ങൾ മുസ്ലിമായ രൂപത്തിൽ ചെയ്തിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ തെറ്റിക്കല്ല, കൽബ് തെറ്റിക്കല്ല. മരണത്തിന്റെ സമയത്ത് പിശാച് ഞങ്ങളെ ഈമാൻ കൊള്ളയടിക്കാൻ വരുമ്പോ, ഈമാൻ തെറ്റിക്കാൻ വരുമ്പോ, മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ, ജിബ്രീലിന്റെ സാന്നിധ്യം കൊണ്ട്, ജിബ്രീലിന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തിത്താ എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തിരിച്ചറിവുണ്ടാവണം. നാം ഒരിക്കലും യുക്തിവാദികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ, മറ്റു മതവിശ്വാസികളെ പോലെയല്ല. നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നവരാണ്. ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്നവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ചൊല്ലുന്നവരാണ്. ഇതിനാണല്ലോ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. വിശ്വാസമില്ലാതെ ആര് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈമാനോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ വളരെ അങ്കുലിപരിമിതമായ ആളുകൾ മാത്രമാണ് വിശ്വാസികൾ. മഹാനായ സഅദുദ്ദീൻ തബ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശർഹുൽ അഖായിദിൽ പറയുന്നത് ഒരു ചെറിയ ഭാഗം, ബഹുമാനപ്പെട്ട ഉമറുൻ നസഫി തങ്ങൾ വഅദാബുൽ ഖബരി, ഖബറിലെ ശിക്ഷ, അതേപോലെ വതൻഈമു വഅദാബുൽ ഖബരി ലിൽ കാഫിരീന വലിബഅദി വസ്വാഖിൽ മുഅ്മിനീന, സത്യനിഷേധികൾക്കും അഥവാ അവിശ്വാസികൾക്കും മുഅ്മിനീങ്ങളിൽപ്പെട്ട ദോഷികൾക്കും ഖബറിൽ ശിക്ഷയുണ്ട് എന്നതും, അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ഖബറിൽ വലിയ അനുഗ്രഹങ്ങളുണ്ട് എന്നതും സാബിത്തുൻ, അത് സ്ഥിരപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ അത് കൃത്യമായി സ്ഥിരപ്പെട്ടതാണ് എന്നു പറഞ്ഞ സ്ഥലത്ത് സഅദുദ്ദീൻ തബ്താസാനി തങ്ങൾ പറഞ്ഞത് കാണാം. നമ്മുടെ അഖീദയുടെ പണ്ഡിതന്മാർ അവരുടെ ഒട്ടുമിക്ക കിതാബുകളിലും പറഞ്ഞതിനേക്കാൾ വളരെ നന്നായിട്ടുണ്ട് ഉമറുൻ നസഫി തങ്ങൾ പറഞ്ഞ വാക്ക്. അതെന്തേ? മറ്റു ഇമാമിയങ്ങളിൽപ്പെട്ട അധിക പേരും ഖബറിൽ ശിക്ഷയുണ്ട് എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് മാത്രമേ സമർത്ഥിച്ചിട്ടുള്ളൂ, അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതേ സമയത്ത് ഖബറിൽ രക്ഷയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട് എന്നത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഉള്ളത് ശിക്ഷയാണ്. അത് കൃത്യമാണ്. കാരണം മഹാഭൂരിപക്ഷം ആളുകളും
മരിക്കുമ്പോൾ ഈമാനില്ലാതെയാണ് മരിച്ചു പോകുന്നത്. ഈമാനില്ലാതെ മരിച്ചു പോയാൽ അതിന്റെ അർത്ഥം അവിശ്വാസിയായി മരിച്ചുപോയി എന്നതാണ്. അവിശ്വാസികൾക്ക് ഖബറിൽ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞതും പരലോകത്ത് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതും എന്തെല്ലാം ഞാനും നിങ്ങളും ചെറുപ്പം മുതൽ കേട്ടും അല്ലാതെയും പഠിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിലുള്ള സർവ്വ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം അത് മുഴുവനും ലഭിക്കുന്നത് ഈമാനോടുകൂടി മരിക്കുന്നവർക്ക് മാത്രമാണ്. ഈമാനോടുകൂടി മരിച്ചവർക്ക് മാത്രമേ അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു ഗുണം മരിച്ചതിനു ശേഷം ലഭിക്കുന്നുള്ളൂ. നമ്മിൽപ്പെട്ട ആര് മരണപ്പെട്ടാലും, ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ ആ മുസ്ലിമിന് വേണ്ടി ആ മഹല്ലത്തിലെ ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്നു. പ്രത്യേകിച്ച് സുന്നത്തി ജമാഅത്തിന്റെ സംഘ കുടുംബത്തിലൊക്കെ പെട്ട ആളാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു. അതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സാദാത്തുക്കൾ അവരൊക്കെ ദുആ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. ഇതൊക്കെ എന്തിനാ? ആ മരിച്ച മനുഷ്യന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനാണ്, ബർസഖിയായ ജീവിതം നന്നാകുന്നതിനാണ്. പക്ഷേ ഇതൊക്കെ ഒരു മനുഷ്യന് ഉപകരിക്കണമെങ്കിൽ ആ മനുഷ്യൻ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും, ജീവിതത്തിൽ അവൻ നിസ്കരിച്ചതും നോമ്പ് നോറ്റതും ദിക്ർ ചൊല്ലിയതും സ്വലാത്ത് ചൊല്ലിയതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതും പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചതും പള്ളിക്ക് വേണ്ടി കൊടുത്തതും എന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സുഹൃതങ്ങൾക്ക് മുഴുവനും എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിക്കണമെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. ഈമാനില്ലാതെയാണ് മരിച്ചതെങ്കിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലം കിട്ടുന്നതല്ല, ഒരു പാപവും പുറത്തു കിട്ടുന്നതല്ല. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് അവന് വേണ്ടി ദുആ ചെയ്തതെങ്കിലും, ലക്ഷക്കണക്കിന് ഖത്മാത്തുകൾ അവന് വേണ്ടിയിട്ട് ഓതി തീർത്തിട്ടുണ്ടെങ്കിലും, അത്ര തന്നെ ധർമ്മങ്ങൾ അവന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും, അവന്റെ മദ്ഹുകൾ ആര് പറയുന്നുണ്ടെങ്കിലും, അവന് വേണ്ടി ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിലും, ആ മനുഷ്യൻ ചെയ്തതോ തനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തതോ ആ മനുഷ്യന്റെ പാരത്രിക ലോകത്ത് ഒരു ഗുണവും ലഭിക്കുകയില്ല. അതിനെന്ത് വേണം? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. ഇതുകൊണ്ടാണ് ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് ചെയ്തിട്ടുള്ള വസിയത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് ചെയ്തിട്ടുള്ള വസിയത്ത്, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു, പടച്ച റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്, ഈമാനോടുകൂടി അല്ലാതെ നിങ്ങൾ മരിക്കരുത്. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ പഴയകാലത്തുള്ള ഉസ്താദുമാരിൽ കേട്ടതും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നതും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാര് പതിവായിട്ട് പ്രാർത്ഥിക്കുവാൻ, 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതും, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം, മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സൽജനങ്ങളോടൊന്നിച്ച് ചേർക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കുകയാ. എനിക്കും നിങ്ങൾക്കും എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഏത് സമയത്തും വരാൻ സാധ്യതയുള്ളതല്ലേ മരണമെന്ന്
പറയുന്നത്. ഈ സമയത്ത് മരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ രാത്രിയിൽ മരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമെന്നറിയില്ലല്ലോ. അപ്പോൾ അതിൽ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കുമോ, ഈമാനോടുകൂടി മരിക്കുമോ? ഈമാനോടുകൂടി മരിച്ചെങ്കിലല്ലേ ഇക്കാലം അത്രയും നിസ്കരിച്ചതിന് പ്രതിഫലം കിട്ടുന്നത്, ധർമ്മം കൊടുത്തതിന് പ്രതിഫലം കിട്ടുന്നത്, നോമ്പെടുത്തതിന് പ്രതിഫലം കിട്ടുന്നത്, സുഹൃതങ്ങൾ ചെയ്തതിന് പ്രതിഫലം കിട്ടുന്നത്, നമുക്ക് വേണ്ടി ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുന്നത്, നമുക്ക് വേണ്ടി ആയിരങ്ങൾ ദുആ ചെയ്താൽ പ്രതിഫലം കിട്ടുന്നത്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചെങ്കിലല്ലേ. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. സുന്നികൾക്ക് തർക്കമില്ല, മുജാഹിദീങ്ങൾക്ക് തർക്കമില്ല, വഹാബികൾക്ക് തർക്കമില്ല, ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാ. പക്ഷേ ഞാൻ ചോദിക്കുകയാ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട്, ഇന്ന് ഞാൻ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരും മരിക്കുന്നതിന്റെ സാമ്പിളാണ്. അന്നൗമു അഖുൽ മൗത്ത്. നീ എങ്ങനെ മരിക്കും? എങ്ങനെയാ നീ മരിക്കുന്നത്? മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കുമോ? മരിക്കുന്ന സമയത്ത് കിബിലക്ക് നേരെ കിടന്ന് മരിക്കുമോ? മരിക്കുന്ന നേരത്ത് നല്ല അവസ്ഥയിൽ മരിക്കുമോ? ഒരാളോട് വിരോധമില്ലാതെ, വിദ്വേഷങ്ങളില്ലാതെ, വെറുപ്പില്ലാതെ, അഹങ്കാരമില്ലാതെ, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി എനിക്കും നിനക്കും മരിക്കാൻ പറ്റുമോ? എന്തൊരു ഭാഗ്യമാണ്. എന്നാൽ ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച്, ഞാൻ പഠിച്ച അയിമ്മത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? മരണം, ഉറക്കെന്ന് പറയുന്നത് മരണത്തിന്റെ എക്സാമ്പിളാണ്. നീ എങ്ങനെയാണ് നാളെ മരിക്കുന്നത് എന്നതിന്റെ സാമ്പിളാണ് മോനെ നീ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. സ്ഥിരമായിട്ട് നീ ഉറങ്ങുന്നത് എങ്ങനെയാ? ഉറങ്ങുന്നത് എങ്ങനെയാ? കൃത്യമായി വുളു എടുത്തുകൊണ്ടാണോ ഉറങ്ങാറുള്ളത്? കൃത്യമായിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞു കിടന്നാണോ ഉറങ്ങാറുള്ളത്? കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഖബറിൽ കിടക്കുന്നത് പോലെ വിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ ഉറങ്ങാറുള്ളത്? വുളുവോടുകൂടിയാണോ ഉറങ്ങാറുള്ളത്? അവസാനം നീ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ചൊല്ലിയാലും, എന്തൊക്കെ നീ പ്രവർത്തിച്ചാലും അല്ലാഹ് സൃഷ്ടിച്ച റബ്ബിന്റെ പേര് പറഞ്ഞ് ദിക്ർ ചൊല്ലിയിട്ടാണോ ഉറങ്ങാറുള്ളത്? എങ്ങനെയാ ഉറങ്ങാറുള്ളത്? ആ ഉറങ്ങുന്നത് പോലെയായിരിക്കും നിന്റെ മരണം സംഭവിക്കുക. ആ ഉറങ്ങുന്നത് പോലെയായിരിക്കും നിന്റെ മരണം സംഭവിക്കുക. ചിന്തിക്കണ്ടേ? എത്ര ആളുകൾ ചിന്തിക്കുന്നുണ്ട്? ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ, കണക്കൊന്നും തീർക്കാനില്ലാതെ, എല്ലാം ക്ലിയർ ആക്കിയിട്ടാണോ രാത്രി നീ കിടക്കുന്നത്? ഉറങ്ങുന്ന സമയത്ത് ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും പക തീർക്കണമെന്നില്ല, ഒരാളോടും വിദ്വേഷമില്ല. സുബ്ഹാനല്ലാഹ്. ആ കറകളഞ്ഞ സലീമായ ഹൃദയത്തോട് കൂടിയാ നീ കിടന്നുറങ്ങുന്നത്. നിശ്ചയം വുളുവോട് കൂടി, ശുദ്ധിയോട് കൂടിയാ കിടന്നുറങ്ങുന്നത്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ടാണ് ഉറക്കിലേക്ക് അങ്ങ് വീണത്. അല്ലാഹുവിന്റെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഇതിനൊരു നല്ല ലക്ഷണമാണ്. ഏത് സമയത്ത് എവിടെ വെച്ച് മരിച്ചാലും ഇത് നിന്റെ മരണത്തിന്റെ സാമ്പിളാ. ഈമാനോടുകൂടി മരിക്കണം. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പടച്ച റബ്ബ് നിനക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് നിനക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്തെന്ന് ചോദിച്ചാൽ, സൗകര്യപ്രദമായ വീട് തന്നതാണോ? അനുസരണമുള്ള മക്കളെ തന്നതാണോ? അല്ലാഹ് ആവശ്യാനുസരണം സമ്പത്ത് തന്നതാണോ? അനുയോജ്യമായ ജോലി തന്നതാണോ? ഇതെല്ലാം നിനക്ക് അനുഗ്രഹങ്ങളാ, റബ്ബ് ചെയ്ത നിഅമത്തുകളാ. പക്ഷേ റബ്ബ് തന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് നിനക്ക് ഹിദായത്ത് തന്നതാ, ഇസ്ലാം തന്നതാ. സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കുവാനും, സൃഷ്ടിച്ച റബ്ബിനെ പറ്റിയിട്ടൊന്ന് പറയാനും, സൃഷ്ടിച്ച റബ്ബിനെ അംഗീകരിക്കാനും നിനക്ക്
നിനക്കു സാധിച്ചതാണ്, അതിലേക്ക് നിന്നെ എത്തിച്ചതാണ്. ഒരു മുസ്ലിമായ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ, ഉപ്പയുടെ മുതുകിലൂടെ നിനക്ക് അല്ലാഹു ജന്മം തന്നിട്ട് അതിനെതിരില്ലാതെ, അതിനെതിരെ നിൽക്കാതെ, അതിനോട് വിരോധമില്ലാതെ, അതിനെതിരായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ ഒരു നിലയ്ക്ക് ഹിദായത്തിന്റെ വഴിയിലായി നിനക്ക് ജീവിക്കാൻ അവസരം തന്നതാ. ഓർത്തു നോക്കൂ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കനാൻ, ആ പൊന്നുമോനെ ഒന്ന് ഹിദായത്തിന്റെ വഴിയിലെത്തിക്കാൻ, സൃഷ്ടിച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാവാൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ അംഗീകരിക്കുന്നവനാവാൻ, ഈ പ്രപഞ്ചത്തിന്റെ സർവം സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന സർവാധിനാഥനായ അല്ലാഹുവിനെ അംഗീകരിച്ചു കൊണ്ടൊന്ന് മരിക്കുന്നവനാവാൻ, ജീവിക്കുന്നവനാവാൻ മഹാനായ നൂഹ് നബിക്ക് എത്ര കണ്ട് താല്പര്യമുണ്ടായിരുന്നു, എത്ര കണ്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴും മാത്രമേ ധിക്കാരത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ ധിക്കരിച്ചുകൊണ്ട് അതാ ഈ പ്രപഞ്ചം മൊത്തം വെള്ളം മൂടിയിട്ട് പ്രളയം വന്നിട്ട് എല്ലാവരും വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ 40 കൊല്ലം ഭൂമിയിലേക്ക് ഒരു തുള്ളി മഴ പെയ്തിരുന്നില്ല. ഒരൊറ്റ കൊല്ലം മഴ പെയ്യാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ ധിക്കാരം നടത്തിയപ്പോൾ, അവർ താൻ തോന്നിത്തം ചെയ്തപ്പോൾ, പ്രവാചകന്മാർക്കെതിരിൽ ശബ്ദിച്ചപ്പോൾ, സൃഷ്ടിച്ച റബ്ബിനോട് ധിക്കാരം ചെയ്തപ്പോൾ, ഉപദേശങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു പനിഷ്മെന്റ് എന്ന നിലക്ക് 40 കൊല്ലം ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ ഇറങ്ങിയില്ല, മഴ വർഷിച്ചില്ല. അങ്ങനെ പീഡമായി കിടക്കുന്ന ഭൂമിയാ, ആർത്തത്തിൽ എല്ലാ അർത്ഥത്തിലും ഭൂമി ഉണങ്ങി തരിശായി കിടക്കുമ്പോൾ അതിഭയങ്കരമായ വെള്ളം വരുമെന്നും ആ വെള്ളത്തിൽ ഈ നാട് മുഴുവനും മുങ്ങിപ്പോകുമെന്നും അന്ന് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കപ്പൽ പണിയുകയാണെന്നും സിട്ടാവായ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞപ്പോ അനുസരിച്ചില്ല. അല്ലാഹ് കൃത്യമായ ടൈമായപ്പോൾ വെള്ളം പുറത്തു വരാൻ തുടങ്ങി, ആകാശം തിമിർത്ത് പെയ്യാൻ തുടങ്ങി, കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് പോലും വെള്ളം പൊട്ടി വരാൻ തുടങ്ങി. അങ്ങനെ നാട് മുഴുവനും വെള്ളം കയറാൻ തുടങ്ങി, പ്രളയം അധികരിക്കാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കനാനിനോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, കുഞ്ഞിമോനെ എന്തൊരു സ്നേഹമാ, അത്രയും ധിക്കാരിയായിരിക്കുന്ന മകനെ ശപിച്ചു പറഞ്ഞില്ല, ചീത്തവാക്ക് വിളിച്ചില്ല, ആക്ഷേപിച്ചില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, സഹോദരങ്ങളോട് നമ്മുടെ മക്കൾ അനർത്ഥങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ മക്കൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, നമ്മുടെ മക്കൾ മുടി മുറിക്കാൻ പറ്റാത്ത രൂപത്തിൽ മുറിക്കുമ്പോ, നമ്മുടെ മക്കൾ ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്യുമ്പോ, നമ്മുടെ മക്കൾ ദുർബല നിമിഷത്തിൽ തമ്മാടിത്തം ചെയ്യുമ്പോൾ അവരെ ശപിക്കുന്നതിന് പകരം, അവരെ ചീത്ത വിളിക്കുന്നതിന് പകരം, അവരെ ആക്ഷേപിക്കുന്നതിന് പകരം, അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾക്കൊന്ന് കേട്ടുകൂടെ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അപ്പോഴും വിളിച്ചത് യാ ബുനയ്യ, കുഞ്ഞിമോനെ, പൊന്നുമോനെ. ഇത് വലിയ പാഠമാണ്. ആ പൊന്നുമോനൊന്ന് ഹിദായത്തിന്റെ വഴിയിലെത്താൻ വേണ്ടി എത്ര ആഗ്രഹിച്ചു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഹിദായത്തിന്റെ വഴിയിൽ നടത്താൻ ആഗ്രഹിച്ചിട്ട്, ഒന്ന് മുസ്ലിമായിട്ട് ജീവിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തില്ലല്ലോ. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകരാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? അത് ഇന്നി ജാഹിലുക ലിന്നാസി ഇമാമാ. ശിലായുഗത്തിന്റെ മുമ്പ് പ്രാചീന
ശിലായുഗത്തിന് 10 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷ, എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് പടച്ചറബ് പരീക്ഷിച്ചോ. പരീക്ഷണങ്ങളിൽ മുഴുവനും 100ക്ക് 100 വിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, നിങ്ങളെ ഞാൻ മനുഷ്യ സംസ്കാരത്തിന് നാന്ദി കുറിച്ചത് കൊണ്ട് നിങ്ങളെ മനുഷ്യർക്ക് മൊത്തം ഇമാമ, മനുഷ്യർക്ക് മൊത്തം നിങ്ങൾ ആത്മീയമായിട്ട് പിതാവാ എന്ന് തെരഞ്ഞെടുത്ത ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹാജറൊന്ന് മുസ്ലിമായി കാണാൻ, തന്റെ പിതൃവ്യനൊന്ന് ഇസ്ലാം സ്വീകരിച്ചു കാണാൻ, അള്ളാഹുവിനെ അംഗീകരിച്ചു കാണാൻ, ഈ വഴിക്കൊന്ന് നടന്നു കാണാൻ, റബ്ബിനെ ഒന്ന് വിശ്വസിച്ചു കാണാൻ എത്ര ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, എനിക്കും നിനക്കും റബ്ബ് തന്ന നിഅമത്ത് എത്ര വലുതാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതറിയില്ലേ, മുത്ത് നബിയേ അറാ റബ്ബക, തങ്ങളുടെ റബ്ബിനെ ഞാൻ കാണുന്നത് തങ്ങൾക്ക് എന്താണ് ഇഷ്ടം, തങ്ങൾക്ക് എന്താണ് തെറ്റി, തങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യുന്നതായിട്ടല്ലാതെ, തങ്ങളെ ഇഷ്ടത്തിനൊത്ത് നീങ്ങുന്നതായിട്ടല്ലാതെ, തങ്ങളെ തെറ്റിക്കൊത്ത് നീങ്ങുന്നതായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല. ആഖിർ സമാനിലെ മക്കളെ, നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട് അറിയാമല്ലോ. നിസ്കാരത്തിന്റെ ഷർത്ത് അതേ വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, അതേ നജസിനെ തൊട്ട് ശുദ്ധിയാവണം, ശരീരം ശുദ്ധിയാവണം, വസ്ത്രം ശുദ്ധിയാവണം, നിസ്കരിക്കുന്നവന്റെ ശരീരം തട്ടുന്ന സ്ഥലങ്ങളൊക്കെയും ശുദ്ധിയാവണം, ഔറത്ത് മറക്കണം, സമയം കൃത്യമായിട്ടാവണം, സമയം കൃത്യമായി പ്രവേശിച്ചിട്ടുണ്ടെന്നറിയണം, അതോടൊപ്പം കിബിലക്ക് മുന്നിടണം. ഈ 5 ഷർത്തുകൾ നിസ്കാരത്തിനുണ്ടായിട്ട് നിസ്കാരത്തിന്റെ കൈഫിയത്തിനെ കുറിച്ചറിയണം. എത്ര ഭക്തി ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര തഖ്വയുണ്ടായിട്ടും കാര്യമില്ല, എത്ര അല്ലാഹുവിനെ പേടിച്ച് പൊട്ടിക്കരഞ്ഞ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. 10, 70, 90 വയസ്സുള്ള ആളുകള് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റാത്തവര് ദൂരദിക്കിൽ നിന്ന് പ്രഭാത സമയത്ത് പോലും എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുന്ന ഉപ്പയാണെങ്കിൽ പോലും ഷർത്തൊക്കാത്ത നിസ്കാരം പരിഗണിക്കൂല, ഔറത്ത് മറക്കാത്ത നിസ്കാരം പരിഗണിക്കൂല, ഉദുവെടുക്കാത്ത നിസ്കാരം പരിഗണിക്കൂല. പാവപ്പെട്ട മനുഷ്യനാ, ഒത്തിരി പ്രായമുള്ളവനാ, തഖ്വയുള്ളവനാ, റബ്ബിനെ പേടിച്ച് കരയുന്നവനാ, മണിക്കൂർ കണക്കിന് സുജൂദിൽ കിടക്കുന്നവനാ എന്നൊന്നും കരുതിയിട്ട് ഷർത്തൊക്കാത്ത ഇബാദത്തുകൾ സ്വീകരിക്കൂല, പരിഗണിക്കൂല. അത്രയ്ക്കും ഷർത്തുകളൊക്കെ ബാധകമാ. ഈ 5 ഷർത്തുകളെ കൂട്ടത്ത്, നിസ്കാരത്തിന്റെ ഷർത്തുകളെ കൂട്ടത്തിൽ നിന്ന് നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും പറയൽ സുന്നത്തുള്ളതുമായ ഒരേ ഒരു ഷർത്ത് ഏതാണ്? അത് ഖിബിലക്ക് മുന്നിടലാ. പവിത്രമാക്കപ്പെട്ട കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്ന സമയത്ത് ചിന്തിക്കൽ സുന്നത്താ, അങ്ങനെ കരുതൽ സുന്നത്താ, അത് പറയൽ സുന്നത്താ. അതേ സമയത്ത് ഔറത്ത് മറച്ച് നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല, അതേ സമയമായിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല, ശുദ്ധിയോടുകൂടി നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല, അതൊന്നും പറയേണ്ടതില്ല. ഈ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം പറയൽ സുന്നത്താ, കരുതൽ സുന്നത്താ. എന്തേ? ഫഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അല്ലാഹുവിന്റെ റസൂൽ 16 മാസക്കാലം വിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന മുത്തുനബി, എന്റെ ഖിബലയൊന്ന് മാറിയിട്ടു പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കരങ്ങളാൽ പുനർനിർമ്മാണ
നിർമ്മാണം ചെയ്യപ്പെട്ട കഅബയിലേക്കൊന്ന് തിരിയാൻ അവസരം കിട്ടിയെങ്കിലോ എന്നോർത്തുകൊണ്ട് ജിബ്രീലിന്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന മുത്ത് റസൂൽ ആ ഖിബലയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു എന്ന് പടച്ച റബ്ബ് പറയുന്നതിന് പകരം ഫലനുവല്ലിയന്നക ഖിബലതൻ തർളഹാ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബല, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബല, തങ്ങൾ ആഗ്രഹിച്ച ഖിബല, തങ്ങളെ പൊരുത്തമാണ് ഇവിടെ വലുത്, തങ്ങളെ തൃപ്തിയാണ് ഇവിടെ വലുത്, തങ്ങൾ തൃപ്തിപ്പെട്ട ഖിബലയിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്ന് പടച്ച റബ്ബ് പറഞ്ഞതാ. ഈ സർവ സൃഷ്ടികളും എന്റെ റിളാ തേടുകയാ, എന്റെ തെറ്റി തേടുകയാ. എന്റെ തെറ്റിയൊന്ന് കിട്ടാൻ, റബ്ബൊന്ന് തൃപ്തിപ്പെട്ടു കിട്ടാൻ, റബ്ബൊന്ന് പൊരുത്തപ്പെടാൻ എന്ത് ചെയ്യണമെന്നാ സർവ സൃഷ്ടികളും ആഗ്രഹിക്കുന്നത്. ഞാനോ യാ മുഹമ്മദൂ നബിയേ, അങ്ങൊന്ന് തൃപ്തിപ്പെടാൻ, തങ്ങളെ കണ്ണൊന്ന് തെളിയാൻ, തങ്ങളെ മുഖമൊന്ന് തെളിയാൻ, തങ്ങൾക്കൊന്ന് തൃപ്തി ഉണ്ടാവാൻ എന്താണ് വേണ്ടതെന്നാ ഞാൻ ചിന്തിക്കുന്നതെന്ന് പടച്ച റബ്ബ് ഖുദ്സിയ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രേമഭാജനമോ, റബ്ബിനോട് റബ്ബിന് ഇഷ്ടപ്പെട്ട വ്യക്തിത്വമോ. ഒരിക്കൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുത്തുനബിന്റെ പേര് വിളിച്ചില്ല. എല്ലാ പ്രവാചകന്മാരെയും പേര് വിളിച്ചപ്പോ, പേര് വിളിച്ച് സംബോധനം ചെയ്തപ്പോ തങ്ങളുടെ പേര് വിളിച്ചില്ല. യാ അയ്യുഹൻ നബിയു യാ അയ്യുഹർ റസൂലു, ഈ യാ അയ്യുഹല്ലദീ ഉൻസില ഇലൈഹി ദിക്റു ഈ രൂപത്തിലല്ലാതെ റബ്ബ് മുത്തുനബിയോട് സംബോധനം ചെയ്തില്ല. എന്നിട്ട് അത്രയും അല്ലാഹു തആലക്ക് തെറ്റിപ്പെട്ട മുത്തുനബിക്ക് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ അബൂ ത്വാലിബ് ഒന്ന് പരസ്യമായി കലിമ ചൊല്ലിക്കാണാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ചൊല്ലിക്കാണാൻ, ഒരു പരസ്യ മുസ്ലിമായി കാണാൻ തങ്ങളെത്ര ആഗ്രഹിച്ചു. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഖുൽ യാ അമ്മി കൊച്ചാപ്പ നിങ്ങളൊന്ന് ചൊല്ലണേ, ഒരു വാക്കൊന്ന് പറയണേ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ഇല്ല ഇല്ല. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഒറ്റിയിട്ട് തങ്ങൾ ഇറങ്ങി വന്നതാ. അല്ലാ അല്ലാ, ഇതെത്ര വലിയ നിഅമത്താ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ, ആഖിറത്തിൽ വിശ്വസിക്കുന്നവൻ, മുത്തുനബി അംഗീകരിക്കുന്നവൻ, ഈ പറയപ്പെട്ട വിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് മുസ്ലിമായി ജീവിക്കുന്നവൻ എത്ര നിഅമത്തുള്ളവനാ. ഈ നിഅമത്തിന്റെ പേരിൽ ശുക്ർ ചെയ്തിട്ട് ഈ നിഅമത്തൊന്ന് നിലനിർത്തിയിട്ട് ഒന്ന് മുസ്ലിമായി മരിക്കാൻ എത്ര ആഗ്രഹിക്കണം മോനെ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി നിസ്കാരത്തിൽ കൂടുതൽ പ്രാർത്ഥനകളില്ലല്ലോ. നിസ്കാരത്തിലെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന സിറാത്തുൽ മുസ്തഖീമ, അത് ഫാത്തിഹ സൂറത്തിലെ പ്രാർത്ഥനയാണ്. അതേ സമയത്ത് റുക്കൂഇലും സുജൂദിലും ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ഉണ്ടെങ്കിലും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ട് സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലത്തെ ഒരു പ്രാർത്ഥന നിസ്കാരത്തിൽ വേറെയില്ല. റബ്ബി ഗ്ഫിർലി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, ചെറുപ്പക്കാരോട്, യുവാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു മോനെ, അക്രമമായ
മിർ റബ്ബി വഹുവ സാജിദ്. ഏറ്റവും കൂടുതൽ അടിമ അല്ലാഹുവിനോട് അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാ. ആ സുജൂദിന്റെ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിന് ബന്ധപ്പെട്ടതാ. ആ രണ്ട് സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏത്? റബ്ബിഗ്ഫിർലി. ഒരുപാട് അരുതായ്മകൾ വന്നു പോയിട്ടുണ്ട്, പറയാൻ പറ്റാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്, ചെയ്യാൻ പറ്റാത്തത് ചെയ്തു പോയിട്ടുണ്ട്, ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിച്ചു പോയിട്ടുണ്ട്, വാങ്ങാൻ പറ്റാത്തത് വാങ്ങിപ്പോയിട്ടുണ്ട്, കൊടുക്കാൻ പറ്റാത്തത് കൊടുത്തു പോയിട്ടുണ്ട്, കാണാൻ പറ്റാത്തത് കണ്ടുപോയിട്ടുണ്ട്, കേൾക്കാൻ പറ്റാത്തത് കേട്ടുപോയിട്ടുണ്ട്, ഒരുപാട് അരുതായ്മകൾ ചെയ്തു പോയിട്ടുണ്ട്. റബ്ബൊന്ന് പൊറുത്തുതാ. വജ്ബുർനി. എന്തെല്ലാം പോരായ്മകൾ എന്നിലുണ്ട്. വിശ്വാസത്തിന് പോരായ്മകളുണ്ട്, പ്രവർത്തനത്തിന് പോരായ്മകളുണ്ട്, സ്വഭാവത്തിന് പോരായ്മകളുണ്ട്, പെരുമാറ്റത്തിന് ന്യൂനതകളുണ്ട്. എന്തെല്ലാം എനിക്ക് കുറവുകളുണ്ടോ ഒന്ന് നികത്തിത്താ. വഹ്ദിനി. ഹിദായത്തുതാ. നേർവയിൽ നടത്തിത്താ. വാഫിനി. അല്ലാഹ് ഹിദായത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തൊരു മനുഷ്യന് പടച്ച റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം, അതിനോളം വിലപിടിപ്പുള്ള മറ്റൊന്നില്ലല്ലോ. അത് ആഫിയത്താ. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി അല്ലാഹു തആല തൗഫീഖ് ചെയ്തവർക്ക് മാത്രം നൽകുന്ന, ശരിയായ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം നൽകുന്ന മുത്ത് നബി ചൊല്ലി പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ അഫൈത. ഹബീബ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചതാ, ഞങ്ങളെ പഠിപ്പിച്ചതാ. ദുനിയാവിൽ നിന്ന് തങ്ങൾ പിരിയുന്നത് വരെ അവിടുന്ന് കൃത്യമായിട്ട് പാരായണം ചെയ്തതാ, ഞങ്ങളത് കേട്ടു പഠിച്ചിട്ടുള്ളതാ. ആ കുനൂത്തിനുമില്ലേ ഹ്ദിനാ ഫീമൻ ഹദൈത വഅഫിനാ ഫീമൻ അഫൈത. മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഈമാനോളം ഈ ഹിദായത്തിനോളമുള്ള ഒരു വിലപിടിപ്പുള്ള സാധനം, ഇതിനെ പോലത്തെ ഒരു നിഅമത്ത് വേറെ ഇല്ല. ഇത് കളഞ്ഞു കുളിച്ചൂടാ, ഇത് നഷ്ടപ്പെടുത്തിക്കൂടാ, ഇത് കൈമോശം വന്നുകൂടാ. എത്ര ആളുകൾ അങ്ങനെ ചിന്തിക്കലുണ്ട്. എന്റെ ഈമാന് കോട്ടം തട്ടുമോ? ഞാൻ എന്തെങ്കിലും മരിച്ചാൽ എന്റെ ഈമാന് തെറ്റ് സംഭവിക്കുമോ? ഈമാൻ പിഴച്ചു പോകുമോ? ഏറ്റവും കൂടുതൽ പിശാച് കൊള്ളയടിക്കുന്നത്, പിശാച് തട്ടിയെടുക്കുന്നത്, പിശാച് ശ്രമം നടത്തുന്നത് ഈ ഈമാൻ ഒന്ന് തെറ്റിക്കാനാ. മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ആഖിർ സമാനിലെ മക്കളെ, ഈമാൻ നമ്മിൽ നിന്ന് ഊരിയെടുക്കാൻ ഇബ്ലീസ് വരുന്നു. എങ്ങനെയാ വരുന്നത്? ഇബ്ലീസിന്റെ രൂപത്തിലല്ല, ഇബ്ലീസിന്റെ കോലത്തിലല്ല. ഒരു മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അവനേറ്റവും ബഹുമാനിക്കുന്ന, അവനേറ്റവും ആദരിക്കുന്ന ആളുകളെ രൂപത്തിൽ വന്നുകൊണ്ട് ഇബ്ലീസ് മരിച്ചുപോയ ഉപ്പയുടെ കോലത്തിൽ വരും, മരിച്ചുപോയ ഉസ്താദിന്റെ കോലത്തിൽ വരും, മഹാത്മാക്കളെ കോലത്തിൽ വരും. ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ആരാണോ മരിച്ചു പോയിട്ടുള്ളത്, അവരെ രൂപത്തിൽ വന്നിട്ട് ഈമാൻ തെറ്റിക്കുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? റബ്ബനാ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. അതേ, അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പഠിപ്പിച്ചൊരു പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ? എസ്വൈഎസിന്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ? എസ്എസ്എഫിന്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ? 10, 20, 70 വയസ്സ് പ്രായം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി
കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവർ, പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ, കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിച്ചവർ, കൃത്യമായി ദീനിന് രംഗത്ത് പ്രവർത്തിച്ചവർ ചിന്തിച്ചിട്ടുണ്ടോ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഈ പ്രാർത്ഥനയുടെ അർത്ഥമല്ല ഇവരെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഇമാമത്ത് നിസ്കരിക്കുന്ന സമയത്ത് സൂറത്ത് ഓതണം. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സൂറത്ത് ഓതണം. മഅ്മൂമീങ്ങൾ സൂറത്ത് ഓതരുത്. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂം ഓത്ത് കേട്ടാ മതി, ഓതരുത്. ഓതുന്നവനും കേൾക്കുന്നവനും ഒരേ പുണ്യമാണ്. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂം ഫാത്തിഹ സൂറത്തല്ലാത്ത ഏതും ഓതൽ കറാഹത്താണ്. ഓതാതിരിക്കുമ്പോഴാണ് പുണ്യം കിട്ടുന്നത്. ഇരിക്കട്ടെ, ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഇമാം ഉറക്കെ സൂറത്ത് ഓതുന്നു. രണ്ടാമത്തെ മൂന്നിലും നാലിലും ഓതാറില്ലല്ലോ, ഓതൽ സുന്നത്തില്ലല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇമാമത്ത് നിൽക്കുമ്പോ മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടി ടൈം കൊടുക്കുമ്പോ അവിടുന്ന് ഒരു ചെറിയ ആയത്ത് ഓതുമായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അതാ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറ്റി വീണുകൊണ്ട് ആ സമയത്ത് പോലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ദുആ ചെയ്തിരുന്നത് അവിടുന്ന് ഓതിയിരുന്ന ആയത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളെ നേർവഴിയിൽ നടത്തിയതിനു ശേഷം, അതേ ചെറുപ്പം മുതൽക്കേ നിസ്കരിക്കുന്നവരാക്കിയതിനു ശേഷം, ചെറുപ്പം മുതൽക്കേ മുസ്ലിം സംസ്കാരത്തിൽ ജീവിക്കുന്നവരാക്കിയതിനു ശേഷം, ഇസ്ലാം അനുസരിച്ച് കല്യാണം കഴിച്ചിരുന്നു, ഇസ്ലാം അനുസരിച്ച് മക്കളെ പോറ്റിയിരുന്നു, ഇസ്ലാമിനെ പറ്റി പഠിച്ചിരുന്നു, ഇസ്ലാം അനുസരിച്ച് കച്ചവടം ചെയ്തിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ പള്ളിയിൽ വന്നിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ ധർമ്മം കൊടുത്തിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ ദിക്ർ ചൊല്ലിയിരുന്നു. ഇങ്ങനെയെല്ലാം ഞങ്ങൾ മുസ്ലിമായ രൂപത്തിൽ ചെയ്തിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ തെറ്റിക്കല്ല, കൽബ് തെറ്റിക്കല്ല. മരണത്തിന്റെ സമയത്ത് പിശാച് ഞങ്ങളെ ഈമാൻ കൊള്ളയടിക്കാൻ വരുമ്പോ, ഈമാൻ തെറ്റിക്കാൻ വരുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീലിന്റെ സാന്നിധ്യം കൊണ്ട്, ജിബ്രീലിന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തിത്താ എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈമാൻ നമ്മിൽ നഷ്ടപ്പെട്ടു പോവരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്ന ഈമാനാണ്. പ്രത്യേകിച്ച് 2019 കോവിഡ് വന്നതോടുകൂടി മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഒരേ വിശ്വാസമാണ്. അല്ലാഹുവിന് വിശ്വാസമില്ല, നഷ്ടപ്പെട്ടു പോയി. മതത്തിലെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയി. മുത്തുനബി പറഞ്ഞത് നഷ്ടപ്പെട്ടു.